ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു കുർത്തിക്കും ചുരിദാറിനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ യെല്ലോ കളറുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്, പിങ്ക് കളറുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറുള്ളത് എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രൗൺ കളറുള്ളത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബ്ലാക്ക് കളറുള്ളതാണെങ്കിലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ കളറുള്ളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നമ്മൾ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു വീനെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇച്ചിരി വൈഡായിട്ടുള്ള വീനെക്കാണ്. അതുപോലെ തന്നെ വീനെക്കിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഈ രണ്ട് വശത്തേക്ക് 2 ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിറയെ ഫ്ലവറാണ് വരച്ചിരിക്കുന്നത്. ഇവിടുന്ന് നെക്കിൻ്റെ അവിടുന്ന് പോർഷൻ്റെ എൻഡിങ്ങിൽ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇത്. 2 വശത്തും ഒരേപോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഈ ഫ്ലവറും ലീഫും ഒക്കെ നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ ആദ്യം റിംഗ് നോട്ട് ഇട്ടിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈറ്റായിട്ട് വേണം റിംഗ് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇച്ചിരി ടൈറ്റായിട്ട് വേണം നമ്മൾ റിംഗ് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തേതിൽ റോസ് ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തേതിൽ വൈറ്റ് വെച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ റോസ് വെച്ചിട്ട് അതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 2 കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്.